ആയിട്ടുള്ള ഒരു ജോലി വേണം. എന്നാൽ അതിൽ എവിടെ തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലാണോ നിങ്ങൾ നിൽക്കുന്നത്? എപ്പോഴും നമ്മളൊരു ഗവൺമെന്റ് ജോലിക്ക് ഇത്ര അധികം ട്രെൻഡിങ് ആവാനുള്ള റീസൺ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഈ ഒരു 5-6 വർഷത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിലും അല്ലാതെ ലോകത്താകമാനവും പല പല ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴും ഗവൺമെന്റ് ജോലിയിലുള്ള ആൾക്കാർക്ക് ആ പ്രയാസങ്ങൾ അത്ര ബാധിച്ചിട്ടില്ല. കാരണം നമുക്ക് സാലറി ആയാലും പ്രൊവിഷൻസ് ആയിട്ടൊക്കെ കൃത്യമായി ലഭിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് നമുക്കിടയിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജോലി വേണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കിടയിലേക്കും എത്താനുള്ള കാരണം. അപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പൊതുവേ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ തുടങ്ങിയ എല്ലാ ബ്രാഞ്ചിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും കേരള PSC ഒരുപാട് എക്സാമുകൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഇനി വരുന്ന എക്സാമുകളൊക്കെ ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ പ്രിപ്പറേഷൻ നേരത്തെ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ എത്ര പെട്ടെന്ന് പ്രിപ്പറേഷൻസ് തുടങ്ങുന്നോ അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു മാർക്കെങ്കിൽ ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റനെങ്കിൽ ഒരു ക്വസ്റ്റൻ അധികം പഠിക്കാനുള്ള സമയം ലഭിക്കും. അപ്പോൾ ഇനി 2026 വരാൻ സാധ്യതയുള്ള നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, ഒരു നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ കൺഫർമേഷൻസ് കൊടുക്കുന്നതിന് സമയം ലഭിക്കും. അതേപോലെ നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്ത് കൺഫർമേഷൻ കൊടുക്കുന്നതിനൊക്കെ കൂടെ മൊത്തത്തിലൊരു 6-7 മാസം നമുക്ക് സമയം ലഭിക്കും പഠനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എഫക്റ്റീവായിട്ട് പഠനം നടക്കണമെങ്കിൽ ഏതൊക്കെ എക്സാം വരാനുണ്ടെന്ന് അറിയണം, ഏതൊക്കെ ബ്രാഞ്ചുകൾക്ക് വരാനുണ്ടെന്ന് അറിയണം, അതേപോലെ തന്നെ അവയുടെ ക്വാളിഫിക്കേഷൻ അതും കൂടെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഒരു ഡാറ്റ ഫുള്ള് നമ്മൾ 2-3 വർഷത്തിന് മുന്നേ നടന്ന എക്സാമുകൾ ഏതൊക്കെയാണ് നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നത് ME അല്ലെങ്കിൽ MTech ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് സ്വപ്ന തുല്യമായിട്ടുള്ളൊരു ജോലിയാണല്ലേ അസിസ്റ്റന്റ് പ്രൊഫസറുടേത്. AP നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്. എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസറാണ് ആദ്യത്തിൽ നമ്മൾ പറയുന്ന നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതിൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ലിസ്റ്റിൽ നിലനിൽക്കുന്നുണ്ട്, എന്നാലും നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. രണ്ടാമത്തെ എക്സാം എന്ന് പറയുന്നത് BE അല്ലെങ്കിൽ BTech ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്കാണ്. അത് നമുക്ക് യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരളയിൽ A വിട്ടുപോയിട്ടുണ്ട്, യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരളയുടെ A വിട്ടുപോയിട്ടുണ്ട്. എന്നാലും ആ ഒരു യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് AE നോട്ടിഫിക്കേഷൻ ഓൾറെഡി ഇപ്പോൾ വന്ന് നമുക്ക് എക്സാംസ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതായത് PWD, ഇറിഗേഷൻ, LSGD ഒക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് KWA വരാനിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പോലെ തന്നെ വരാനുള്ള ഒരു പോസ്റ്റാണ് യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരളയിലേക്കുള്ള AE പോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിളിക്കാനുണ്ട്. അപ്പോൾ അതും ഒരു നല്ല നോട്ടിഫിക്കേഷൻ തന്നെയാണ്. ദെൻ അടുത്ത ഒരാൾ BE അല്ലെങ്കിൽ BTech ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്ന പോസ്റ്റാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് എല്ലാവർക്കും അറിയാം. അതിൽ തന്നെ ഏറ്റവും നല്ലൊരു പോസ്റ്റിംഗ് ആണ് KCBയിൽ ലഭിക്കുന്നത് അല്ലേ. KCB കഴിഞ്ഞ പ്രാവശ്യത്തിലെ എക്സാമിൻ്റെ ലിസ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് അഡ്വൈസേഴ്സ് കൂടുതൽ പോയിട്ടുണ്ട്. നല്ല പോസ്റ്റാണ് KCB AE എന്ന് പറയുന്നത്. സോ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ KCB വരാനിരിക്കുകയാണ്. ദെൻ അതേപോലെ തന്നെ AEക്കാരെ മാത്രം അല്ലെങ്കിൽ BTechകാരെ മാത്രം നമ്മൾ പരിഗണിച്ചാൽ പോരല്ലോ, ഡിപ്ലോമക്കാർക്കും ഒരുപാട് എക്സാമുകൾ വരാനുണ്ട്. ഡിപ്ലോമ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് ഏറ്റവും സുഖകരമായിട്ടുള്ളതും എന്നാൽ ഏറ്റവും നല്ലൊരു ജോലിയാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ കേട്ടോ, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ നല്ലൊരു പോസ്റ്റാണ് ഡിപ്ലോമ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക്. സാലറി ആണെങ്കിലും പോസ്റ്റിംഗ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ ലാബിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇൻസ്ട്രക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജോലിയാണ് നിങ്ങൾക്ക് വരിക. സോ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ സിവിൽ മാത്രമല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു, സിവിൽ തസ്തികയിലേക്ക് മാത്രമല്ല ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്കും ഒരുപാട് എക്സാമുകളാണ് വരാനുള്ളത്. ദെൻ അടുത്തത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കലാണ്. ഇതിലും L വിട്ടുപോയിട്ടുണ്ട്, 1-2 ലെറ്ററൊക്കെ വിട്ടുപോയിട്ടുണ്ട്, അത് നിങ്ങളങ്ങ് മറന്നു കളയാട്ടോ. സോ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുടെ തസ്തികയും വരാനിരിക്കുകയാണ്. ഇത് രണ്ടും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. സോ ഇലക്ട്രിക്കൽ കഴിഞ്ഞു, മെക്കാനിക്കൽ കഴിഞ്ഞു, അതേപോലെ തന്നെ സിവിൽ ഉദ്യോഗാർത്ഥികൾക്കും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ എക്സാം വരാനിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുടെ ലിസ്റ്റ് അടുത്ത വർഷം ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും തീരും സിവിലിൻ്റെത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ എക്സാമുകൾ വിളിക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഈ 3 തസ്തികകളാണ് അടുത്തത്. ദെൻ അടുത്തത് BTech അല്ലെങ്കിൽ BE ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു ടീച്ചിങ് പോസ്റ്റ് അല്ലേ. സോ ലെക്ചറർ എന്നുള്ള പോസ്റ്റ് ശരിക്കും നമുക്ക് MTechോ അല്ലെങ്കിൽ PG ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. BTech ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ലെക്ചററായിട്ട് വർക്ക് ചെയ്യാം. സോ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ പോളിടെക്നിക്കുകളിലുള്ള ലെക്ചറുടെ പോസ്റ്റിംഗ് ആണ് അടുത്തത്. അത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിന് വിളിക്കാനുണ്ടെന്ന് ചോദിച്ചാൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഈ 3 ബ്രാഞ്ചിലും വിളിക്കാനുണ്ട്. അപ്പം BE BTech ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് ഒന്നല്ലെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ലെക്ചറിലേക്ക് നോക്കാം. രണ്ടും വളരെ നല്ല പോസ്റ്റുകളാണ്.
ദെൻ അടുത്തൊരു എക്സാം എന്ന് പറയുന്നത് ഡിപ്ലോമ അതേപോലെ ITI ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്കാണ്. ഓവർസിയർ ശരിക്കും ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഓവർസിയർ ലെവൽ എക്സാം എഴുതാം. അതിൽ തന്നെ ഏറ്റവും നല്ലൊരു പോസ്റ്റിംഗ് ആയിരുന്നു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ നമ്മൾ കണ്ടത്. അതുകൂടാതെ ഡിപ്ലോമ ITI ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ അതേപോലെ തേർഡ് ഗ്രേഡ് ഓവർസിയർ സിവിൽ KLDC ഇറിഗേഷൻ PWD ഒക്കെ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി വെച്ച് പഠിക്കുക. അതേപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് 1 സിവിൽ ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാനുണ്ട്. അതിനും ഡിപ്ലോമ തന്നെയാണ് ക്വാളിഫിക്കേഷൻ. ദെൻ അതേപോലെ തന്നെ മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് ഗ്രേഡ് 1ൻ്റെ എക്സാം വരാനുണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. അപ്പോൾ അതാണ് അടുത്ത പോസ്റ്റിംഗ്. അപ്പോൾ നിങ്ങൾ ഡിപ്ലോമ നോക്കുകയാണെങ്കിൽ പല ഓവർസിയർ തസ്തികകളിലേക്ക് ഇനിയും വിളിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ പഠനം ഒരിക്കലും നിർത്താൻ പാടില്ല. പഠനം കണ്ടിന്യൂ ചെയ്ത് പോവുക. കാരണം എന്താ വെച്ചാൽ ഒരുപാട് എക്സാമുകൾ ഇനിയും വരാനുണ്ട്. എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ എന്താണ്, ഇനി എക്സാം വരാനുണ്ടോ, ഇനി എക്സാമുകൾ അത്രയൊന്നും ഇല്ലല്ലോ, നമ്മൾ പഠിക്കണോ പഠനം നിർത്തണോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരുപാട് പോസ്റ്റുകൾ ഇനിയും വരാനിരിക്കുന്നുണ്ട്. ഇതുകൂടാതെ നമ്മൾ അപ്ലൈ ചെയ്ത എക്സാമുകൾ വേറെ ഉണ്ട് കേട്ടോ. ഇത് നോട്ടിഫിക്കേഷൻ വരാനുള്ള എക്സാമുകളുടെ ലിസ്റ്റാണ്. ദെൻ ഇനി ഒരു എക്സാം ഉള്ളത് ഡിപ്ലോമ ITI ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് ഓവർസിയർ ഗ്രേഡ് 2 മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്കാണ് ഓവർസിയർ ഗ്രേഡ് 2 ഇറിഗേഷൻ PWD വിളിക്കാനുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ പഠനം നിങ്ങൾ തുടങ്ങി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇനി ഫ്രഷ് ആയിട്ട് തുടങ്ങേണ്ട ആൾക്കാരാണെങ്കിലും ഒക്കെ നന്നായിട്ട് പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. കാരണം ഒരുപാട് നോട്ടിഫിക്കേഷൻ ഇനി 2026 വരും. ഇനി 2026 എൻഡോടുകൂടി നമുക്ക് കഴിഞ്ഞ വർഷം വന്ന പോലെ ആനുവൽ കലണ്ടറും വരും. അപ്പോൾ ആ ആനുവൽ കലണ്ടർ വരുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ഏതൊക്കെ എക്സാമുകളാണ് ഇനി അടുത്ത വർഷത്തിൽ വരുന്നത് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ട്രാക്കിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ട്രാക്കിൽ നിന്ന് വിട്ട് മാറാതിരിക്കുക. പിന്നെ ഒരു എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ ഒരു എക്സാമിന് ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു എക്സാമിന് എളുപ്പമുണ്ടാവും. അപ്പോൾ എളുപ്പമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ പഠനം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് ഒറ്റൊരു ദിവസം കൊണ്ട് നടക്കുന്ന അത്ഭുതമല്ല. അപ്പം നന്നായിട്ട് കണ്ടിന്യൂ ചെയ്ത് പഠിക്കുക. പഠനം എത്രയും പെട്ടെന്ന് തുടങ്ങുന്നോ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി സൈലന്റ് ടെക്നിക്കലിൻ്റെ പുതിയ കുറേ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. അത് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ ബാച്ചുകൾ ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ബാച്ച് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, KCB AE KCB സബ് എഞ്ചിനീയർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബാച്ചാണ് KCB AE സബ് എഞ്ചിനീയർ ബാച്ച്. ഇത് കംപ്ലീറ്റ്ലി റെക്കോർഡഡ് ആയിട്ടുള്ള ബാച്ചാണ്. എന്നാലും ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാ ബാച്ചിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സബ്ജക്ട് ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ബാച്ച് വരുന്നത്. അപ്പോൾ ഈ ബാച്ചിലും ആ ഒരു പ്രത്യേകതകളൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു ബാച്ച് ജൂൺ 29-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നാളെയാണ് ജൂൺ 29. അപ്പോൾ ഓൾറെഡി ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ഈ വീഡിയോ എത്തുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ബാച്ച്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബാച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഈ ഒരു ബാച്ചിന് വരുന്ന ഫീസ് 4,999 രൂപയാണ്. ഒരു വർഷമാണ് ഈ ഒരു കോഴ്സിനുള്ള വാലിഡിറ്റി എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു ബാച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബാച്ചാണ്. ജൂൺ 24-ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബാച്ചാണ് AMVA ബാച്ച്. ഇതിൽ ലൈവ് പ്ലസ് റെക്കോർഡഡ് ബാച്ചാണ്. ഈ ഒരു ബാച്ചിന് വരുന്ന ഫീസ് 7,999 രൂപയാണ്. അപ്പോൾ ഒരു യൂണിഫോം പോസ്റ്റ്, ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഒരു യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ദെൻ അടുത്തൊരു ബാച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, KCB ഇലക്ട്രിസിറ്റി വർക്കർ അല്ലെങ്കിൽ മസ്ദൂർ ബാച്ചാണ്. ഈ ഒരു ബാച്ചിന് വരുന്ന ഫീസ് 1,299 രൂപയാണ്. ഈ ഒരു ബാച്ചും നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഫൈനലായിട്ട് വരുന്ന ബാച്ച് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുടെ ബാച്ചാണ്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ബാച്ചാണ്. ഈ ഒരു ബാച്ച് ഇനി ആരംഭിക്കാൻ തുടങ്ങുകയാണ്. അതായത് ജൂലൈ 8-നാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6 മാസത്തെ വാലിഡിറ്റിയിലാണ് നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാച്ചിന് വരുന്ന ഫീസ് 4,499 രൂപയാണ്. അപ്പോൾ ഇത്രയും എക്സാമുകൾക്കുള്ള ബാച്ചസ് നമ്മുടെ സൈലം ടെക്നിക്കലിൽ അവൈലബിൾ ആണ്. ഇതുകൂടാതെ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റെഗുലർ AE ഓവർസിയർ ബാച്ചസും നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അടുത്ത മാസത്ത് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ ബാച്ചുകളിൽ ഏതിലെങ്കിലും ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ, അതായത് 995100 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഇനി നിങ്ങൾ തന്നെ പഠിക്കണം എന്നില്ല, നിങ്ങളുടെ സിബ്ലിങ്സോ അല്ലെങ്കിൽ കൂട്ടുകാരോ ആരെങ്കിലും ഈ ഒരു 3 എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, 3 എക്സാം അല്ല 3 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവരും PSC എന്നുള്ള സ്വപ്നത്തിലേക്ക് പഠിച്ചു തുടങ്ങുക. ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ജോലി എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.